Hi students, welcome to Manorama Horizon. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൊമെന്റം ആൻഡ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇനേഴ്സിയ എന്ന് പറയുന്ന ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ലൈക്ക് ഒരു ഫുട്ബോളർ ഈസ് ട്രൈങ് ടു ഹെഡ് എ ഫുട്ബോൾ അല്ലേ. ഇവിടെ എന്താ കാണുന്നത്? ഒരു ഫുട്ബോളർ ഒരു ഫുട്ബോൾ ഹെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചോദ്യമുണ്ട്, വാട്ട് ഹാപ്പൻസ് ഹിയർ ഇഫ് ഫുട്ബോൾ ഇസ് ഹെവിയർ ഓർ ട്രാവൽ ഫാസ്റ്റർ? ഇപ്പൊ ഒരു നോർമൽ ഫുട്ബോൾ നമ്മൾ ലൈക്ക് എയർബോൺ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ നമ്മൾ ഹെഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, സോ എന്റെ ചോദ്യം എന്താണ്? ഇപ്പോൾ ആ ഫുട്ബോളിന് വെയിറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഫുട്ബോൾ വളരെ വേഗത കൂടി അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ നമ്മുടെ അടുത്തോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? ലൈക്ക് നമുക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ. അതായത് നമുക്കത് ആ ഫുട്ബോളിനെ തടഞ്ഞു നിർത്തണം. ലൈക്ക് ഇപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ നമ്മൾ ഹെഡ് ചെയ്യുന്നതും ഒരു നോർമൽ ഫുട്ബോൾ ഹെഡ് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈക്ക് ഹെഡ് ചെയ്യുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നത് ഏതായിരിക്കും? കൂടുതൽ വേദന ഉണ്ടാകുന്നത് ഹെവിയർ ആയിട്ടുള്ള ഫുട്ബോൾ ആയിരിക്കാം. അല്ലെങ്കിൽ സെയിം വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ സെയിം മാസ് ഉള്ള ഫുട്ബോൾ, ഒരേ ഫുട്ബോൾ തന്നെ ഒന്ന് പതുക്കെ വരുന്നതും മറ്റൊന്ന് വേഗത്തിൽ വരുന്നതും. സോ രണ്ടാമത്തെ കേസ് വേഗത്തിൽ വരുന്നതിനും നമുക്ക് ആ ഒരു ഡിഫറൻസിന്റെ എഫക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇവിടെ എന്താണ് ആ എഫക്റ്റ്? ആ എഫക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. നീങ്ങുന്ന ഒരു ബോഡീന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലൈക്ക് വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മൂവിങ് ബോഡി, ഒരു ബോഡി ഇൻ മോഷൻ. അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ചലനത്തിലുള്ള ഒരു വസ്തുവിനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊമെന്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മാസും അതിന്റെ വെലോസിറ്റിന്റെയും പ്രോഡക്റ്റ് ആണ് എന്ത്? ഒരു മൂവിങ് ബോഡിന്റെ പ്രോഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്? മൊമെന്റം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി, ഇഫ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ദെൻ അതിന്റെ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം വിൽ ബി സീറോ. ബിക്കോസ് എന്താ? അതിന് മാസ് ഉണ്ട്. മാസ് ഒരിക്കലും സീറോ ആവുന്നില്ല, പക്ഷെ അതിന്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സീറോ. ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിന്റെ വെലോസിറ്റി സീറോ ആണ്. ദെയർ ഫോർ മൊമെന്റം എന്ന് പറയുന്നത് ആയിരിക്കും. മൊമെന്റത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. ഓക്കെ, മൊമെന്റം വിൽ ബി സീറോ. സോ എ ബോഡി അറ്റ് റെസ്റ്റ് ഹാസ് സീറോ മൊമെന്റം. അതായത് സോ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, മൊമെന്റം എന്ന് പറയുന്നത് ഒരു മോഷനിൽ ഇരിക്കുന്ന ബോഡീന് മാത്രം കണ്ടുവരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ലൈക്ക് നിങ്ങൾ ഈ ഫുട്ബോളറിന്റെ കേസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇഫ് ദ ബോൾ ഈസ് ഹെവിയർ ഓർ ഇഫ് ദ ബോൾ ട്രാവൽസ് ഫാസ്റ്റർ ഇറ്റ് ഹാസ് മോർ മൊമെന്റം. ഓക്കെ, ഈ ഫുട്ബോളിന് ഓൾറെഡി ഒരു മൊമെന്റം ഉണ്ടായിരിക്കും. ആ മൊമെന്റം വിൽ ബി ഈക്വൽ ടു എന്ത്? ആ ഫുട്ബോളിന്റെ മാസും അതിന്റെ ആ ഫുട്ബോൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിന്റെയും പ്രോഡക്റ്റ് ആണ് ആ ഫുട്ബോളിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. സോ നമ്മൾ ഐദർ മാസ് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? മൊമെന്റം വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ്, റൈറ്റ്? സോ മൊമെന്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫുട്ബോൾ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും. കൂടുതൽ സ്പീഡിൽ വന്നാൽ ഹെഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കൂടുതൽ വേദന എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് വേണം നമുക്ക് ആ വരുന്ന ബോളിനെ തടയാനായിട്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം, എന്ത്? മൊമെന്റവും ഫോഴ്സും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. കാരണം മൊമെന്റം കൂടുമ്പോൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് തടയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ ദെയർ ഷുഡ് ബി സം റിലേഷൻ അല്ലെ, എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്ത് തമ്മിൽ? മൊമെന്റവും ഫോഴ്സും തമ്മിൽ. അതുപോലെ തന്നെ മൊമെന്റത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഓൾവേസ് ഹാസ് എ ഡയറക്ഷൻ, അതായത് സഞ്ചരിക്കുന്ന ബോഡിയാണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു മൂവിങ് ബോഡി വിത്ത് എ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ മൊമെന്റം ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ മൊമെന്റം ഈസ് ഡിനോട്ടഡ് ബൈ പി. പി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ പി ആണ് നമ്മൾ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് മൊമെന്റം ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ബോഡീന്റെ മാസ് തന്നിട്ട് ആൻഡ് അതിന്റെ വെലോസിറ്റിയും തരും. സോ മൊമെന്റം ഡയറക്ട്ലി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അതല്ല, ഒരു ബോഡിക്ക് ഇത്ര മാസും ഇത്ര മൊമെന്റും ഉണ്ടെങ്കിൽ അത് എത്ര വേഗത്തിൽ സഞ്ചരിക്കണം, അങ്ങനത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മൊമെന്റം ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ബോഡി ഇൻ മോഷൻ ആൻഡ് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ മൂവിങ് ബോഡി. മൂവിങ് ബോഡി എന്നുള്ള ടേം നമ്മൾ എടുത്തു പറയണം, ആൻഡ് ഓൾസോ നമ്മൾ അത് ശ്രദ്ധിക്കുകയാണ്. സോ മൊമെന്റം ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, സോ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ കാറ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് കാറുകൾ തമ്മിൽ പോകുമ്പോൾ ഒരു നിശ്ചിത അകലത്തിലായിരിക്കും, നമ്മൾ ഒരിക്കലും ഭയങ്കര അടുത്ത് പോകത്തില്ലല്ലോ. സോ അതിന്റെ ഒരു റീസൺ എന്താണ്? നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ
ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിൽ തന്നെ ഒരു വെഹിക്കിൾ നിൽക്കത്തില്ല. കാരണം ഓൾറെഡി കാർ ഈസ് ഇൻ മോഷൻ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട്, അൺടിൽ ആൻഡ് അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ഒരു ബോഡി അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിന്ന് മാറത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഫോഴ്സ് ആണ്. സോ പക്ഷേ എന്നാൽ പോലും ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കാറിലോ അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ആയിരിക്കും. സൈക്കിൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചവിട്ടാൻ. സോ സൈക്കിളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൈക്കിൾ ബ്രേക്ക് പിടിച്ച ഉടനെ ആ പോയിന്റിൽ തന്നെ നിൽക്കത്തില്ല, ചെറിയൊരു ഡിസ്റ്റൻസ് മുമ്പോട്ട് പോയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെ മൊമെന്റം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൊമെന്റം റിലേറ്റഡ് ആണ് ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്. സോ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു വെഹിക്കിൾ ആണ്. ആൻഡ് സൈക്കിളിൽ പോകാൻ പറ്റുന്നതിന്റെ സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡിനപ്പുറം ശക്തിയിൽ ചവിട്ടാൻ പറ്റത്തില്ല, അല്ലേ? സോ സൈക്കിൾ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിളിന് ഒരു മൊമെന്റം ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ആ സൈക്കിളിന്റെ മാസും അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സൈക്കിളിന്റെ മാസം അല്ലെങ്കിൽ നിങ്ങളുടെ മാസം, നിങ്ങളും സൈക്കിളും കൂടിയിട്ടുള്ള മാസം ഒരിക്കലും മാറത്തില്ല. നിങ്ങളുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഓബ്വിയസ്ലി സൈക്കിളിന്റെ വെയിറ്റ് ആ ടോട്ടൽ മാസ് മാറും. ബട്ട് സ്റ്റിൽ ആൻഡ് നമ്മൾ ചവിട്ടുന്ന വെലോസിറ്റി, നമ്മൾ ആ സൈക്കിൾ എത്ര വേഗതയിലാണ് പോകുന്നത്, അപ്പൊ നമ്മൾ പതുക്കെ പോകുമ്പോഴും സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് ആ മൊമെന്റം ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. പതുക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, കാരണം മൊമെന്റം കുറവാണ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ആണ്. ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റിലാവുകയാണ്. സോ മൊമെന്റം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറഞ്ഞ ഡിസ്റ്റൻസിൽ തന്നെ ബോഡി റെസ്റ്റിലാവും. വേറെ നമ്മൾ സ്പീഡിൽ ചവിട്ടിക്കൊണ്ടിരുന്നിട്ട് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മളത് ഇന്റൻഷനലി ചെയ്യാറുണ്ട്. ലൈക്ക് സ്പീഡിൽ ചവിട്ടിയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ സ്കിഡ് ആയിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് നമുക്ക് ഇന്റൻഷനലി നമ്മളൊരു തമാശയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം. സോ വെലോസിറ്റി കൂടിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും, പക്ഷെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടി. കാരണം മൊമെന്റം കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ബോഡി റെസ്റ്റിൽ വന്നത്. സോ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വി ഷുഡ് ഓൾവേസ് ഹാവ് എ സേഫ് ഡിസ്റ്റൻസ് ഇൻ വിത്ത് നമ്മൾ തൊട്ട് ഫ്രണ്ടിലുള്ള വെഹിക്കിളുമായിട്ട് വി ഷുഡ് ഓൾവേസ് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി അതർ വെഹിക്കിൾ. ഓക്കെ, അതായത് ഇൻ കേസ് ഇപ്പൊ ഫ്രണ്ടിലുള്ള വണ്ടി എന്തെങ്കിലും കേസിൽ നിന്ന് പോവുകയോ അതായത് സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ വളരെ അടുത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു സ്പീഡിൽ വരെയായിരിക്കും. സോ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ മൊമെന്റം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ട് നിൽക്കണമെന്നില്ല, വി വിൽ സ്കിഡ് ആൻഡ് ഗോ ആൻഡ് ഹിറ്റ് ദ വെഹിക്കിൾ, നമ്മൾ പിറകിൽ ചെന്ന് ഇടിക്കാനുള്ള ചാൻസ്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത അകലത്തിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ വൺ ആപ്ലിക്കേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. അതുപോലെ തന്നെ നമ്മൾ ഓവർ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ചാലും നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നിൽക്കത്തില്ല. സോ ദാറ്റ് ഓൾസോ കോസസ് ആക്സിഡൻസ്, റൈറ്റ്? സോ ഓവർ സ്പീഡും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ ടേംസ് ഓഫ് മൊമെന്റം. കാരണം മൊമെന്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ സ്പീഡ് കൂടുന്തോറും വെലോസിറ്റി കൂടുന്തോറും ആ ബോഡിക്ക് ഉണ്ടാകുന്ന മൊമെന്റം ഈസ് ഇൻക്രീസിങ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈക്ക് ഇപ്പൊ നമ്മൾ സൈക്കിളിന്റെ കേസ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഭയങ്കര സ്പീഡ് കൂടുതലായിട്ട് ചവിട്ടുമ്പോൾ നമുക്ക് ലൈക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നിർത്തണമെങ്കിൽ കൂടുതൽ ബ്രേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ശക്തിയിൽ ബ്രേക്ക് പിടിക്കുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് നിൽക്കുന്നത്. സോ ദർ ഈസ് എ റിലേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സും മൊമെന്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ കാണിക്കുന്ന ലോയാണ്, ആ റിലേഷൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ലോയാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദേ ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെന്റം, അല്ലെ? ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ആ ബോഡിക്ക് ഉണ്ടായിരുന്ന മൊമെന്റവും അല്ലെങ്കിൽ ഉണ്ടാവുന്ന മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കാണിച്ചു തന്നെ, അല്ലെ? റിലേഷൻ പറയുന്ന ഒരു ലോയാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ മൊമെന്റത്തിന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആണ്. അതായത് മൊമെന്റം കൂടുതലാണെങ്കിൽ വി ഷുഡ് ഹാവ് മോർ ഫോഴ്സ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ മൊമെന്റം ഉള്ള ഒരു ബോഡിയെ നമുക്ക് മൊമെന്റം എന്ന് പറയുന്നത് അറിയാം, ലൈക്ക് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ബോഡി ഇൻ മോഷൻ. സോ ഓൾറെഡി ഒരു മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് കൂടുതൽ മൊമെന്റം ഉണ്ടെങ്കിൽ വി ഷുഡ് അപ്ലൈ മോർ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു ബോഡിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനെ നമുക്ക് റെസ്റ്റിലാക്കാൻ പറ്റത്തുള്ളൂ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ,
സോ ഇതിനെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും, കൂടുതൽ മൊമെന്റം ഉള്ള ഒരു ബോഡിക്ക് കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറ് ഒരു ഒബ്ജക്റ്റിനെ വന്ന് ഇടിക്കുന്നതും ഒരു ഒബ്ജക്റ്റിനെ ഒരു കാർ വന്ന് ഇടിക്കുന്നതും അതേ ഒബ്ജക്റ്റിനെ ഒരു ട്രെയിൻ വന്ന് ഇടിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ആ ഇടിക്കുന്ന ഫോഴ്സസിൽ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ റീസൺ എന്താ? മൊമെന്റം കൂടുതൽ ഏതിനാണ്? ഒബ്വിയസ്ലി മൊമെന്റം കൂടുതൽ ട്രെയിനായിരിക്കും. ഇപ്പൊ കാറും ട്രെയിനും ഒരേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കാറും ഒരു 80 km/h ആൻഡ് ഈവൻ ട്രെയിനും ഒരു 80 km/h തന്നെ സെയിം സ്പീഡിൽ തന്നെയാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു വുഡൻ ബ്ലോക്ക് ഓർ സം ഒബ്ജക്റ്റ്, ഒരു ബ്ലോക്ക് ഒബ്ജക്റ്റിന് നമ്മൾ ഇടിക്കുകയാണെങ്കിൽ ഫോഴ്സ് കൂടുതൽ ഓബ്വിയസ്ലി ട്രെയിനാണ്. അതിന്റെ റീസൺ എന്താ? ട്രെയിനിന്റെ മാസ് ഈസ് വെരി ലാർജ്. സോ നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. സോ വിച്ച് എവർ ബോഡി ഈസ് ഹാവിംഗ് ലാർജർ മാസ്, അതായത് ഏത് ബോഡിക്കാണോ ലാർജർ മാസ് ഉള്ളത് ആ ബോഡി ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. അതല്ല വിച്ച് എവർ ബോഡി, ഇപ്പൊ സെയിം മാസ് ഉള്ള ഒരു ബോഡി ഏത് ബോഡിയാണോ സ്പീഡ് കൂടുതൽ സഞ്ചരിക്കുന്നത് അതിനും മൊമെന്റം കൂടുതലായതുകൊണ്ട് അത് ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സും കൂടുതലായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെന്റം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഈ ഫോഴ്സും മൊമെന്റം തമ്മിലുള്ള റിലേഷൻ നമുക്ക് പറയുന്നത്. സോ നമുക്ക് അത് ഡിറൈവ് ചെയ്യാം, ലൈക്ക് വി ക്യാൻ ഡിറൈവ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് അറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് അല്ലേ, എക്സ്റ്റേണൽ ഫോഴ്സ്. സോ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? അതായത് പി ആണ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, സംതിങ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. d/dt-നെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ d/dt ഓഫ് p ഈസ് മൊമെന്റം. ഓക്കെ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് ആണെന്ന് പറഞ്ഞു ഒരു ഒബ്ജക്റ്റിലുള്ള. സോ മൊമെന്റം നമുക്കറിയാം, ഇഫ് എ ബോഡി ഈസ് ഹാവിംഗ് എ മാസ് m ആൻഡ് വെലോസിറ്റി v, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ്, വാട്ട് ഈസ് മൊമെന്റം? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ dp/dt നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്റെ വാല്യൂ മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d/dt ഓഫ് mv എന്ന് കിട്ടും അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു f1. ഓക്കെ, സോ ഇവിടെ മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ മാസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കാർ ഉണ്ട്, കാർ വിൽ ഹാവ് എ കോൺസ്റ്റന്റ് മാസ്. നമ്മൾ അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കാറിന് ഒരു ഡെഫിനിറ്റ് മാസ് പറയുന്നുണ്ട്. ആ മാസ് ഒരിക്കലും മാറത്തില്ല, കാരണം കാർ മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ പോലെ ഗ്രോ ചെയ്യത്തില്ലല്ലോ. സോ മാസ് ക്യാൻ ബി കൺസിഡേർഡ് കോൺസ്റ്റന്റ്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. സോ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അത് ഡെറിവേറ്റീവിന്റെ പുറത്തെടുക്കാം. സോ m ഇൻറ്റു dv/dt. സോ ഈ dv/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു f ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് dv/dt എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, ഓർ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ v2 ആൻഡ് v1 ആണ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി എങ്കിൽ v2 മൈനസ് v1 ബൈ t2 മൈനസ് t1, ലൈക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ആണ് എന്ത്? dv/dt എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേം നിങ്ങൾക്ക് അറിയാം. ഇതിനെന്താ പറയുന്നത്? ലൈക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ആക്സിലറേഷൻ ആണ് എന്ത്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് യു ക്യാൻ ഫോർമുലേറ്റ് ദാറ്റ് മാസ് ടൈംസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ്. ആൻഡ് എന്ത്? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ടൈം ആക്സിലറേഷൻ. അതായത് ഒരു ബോഡി ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ്, ഒരു മൂവിങ് ബോഡി ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസും അത് സഞ്ചരിക്കുന്ന ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ്, ഈ ഒരു റിലേഷൻ നമ്മൾ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് the derivation of Newton's second law of motion. Okay, so force is equal to mass times acceleration is Newton's second law of motion. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് എന്താണ്? F is equal to mass into acceleration. So ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ലൈക്ക് ഇഫ് എ ബോഡി, ഒരു ബോഡി is having some amount of force and it is having a definite mass. Okay, so അങ്ങനെയുള്ളപ്പോൾ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ഓഫ് എ ബോഡി എന്ന് പറയുന്നത് അതിന് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദെയർ മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ,
സോ ദീസ് ആർ സം റിലേഷൻ. അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം ആണ്. സോ മാറുന്ന ടേംസ് എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ ഡെഫ് ആണ്. സോ ആക്സിലറേഷൻ ഈസ്, ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആക്സിലറേഷൻ ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. സോ എത്ര ആക്സിലറേഷൻ, അതായത് നമ്മൾ ആക്സിലറേഷൻ കൂടുന്തോറും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമുക്ക് തടയാൻ വേണ്ടുന്ന ഫോഴ്സിന്റെ എമൗണ്ട് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് കിട്ടുന്നതായിരിക്കും. ലൈക്ക് വാട്ട് ഈസ് ദ ഫോഴ്സ്, നമുക്ക് എത്ര ഫോഴ്സ് ജനറേറ്റ് ചെയ്ത്, സേ ഫോർ എക്സാമ്പിൾ നമുക്കിത് എക്സാമിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഒരു മേ ബി 5 മീറ്റർ പെർ സെക്കൻഡ് ആക്സലറേഷൻ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡി ഇത്ര മാസ് ഉണ്ടായിരിക്കും. സോ എത്ര ഫോഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്? സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഓർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും. നിങ്ങൾ പലരും പല ടൈപ്പ് ഓഫ് ഗെയിം, ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോൾ, പല ടൈപ്പ് ഓഫ് ഗെയിം കളിച്ചിട്ടുണ്ട്. സോ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഈവൻ മേ ബി നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ദാറ്റ് നമ്മളൊരു ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ട്ലി കൈ ഇങ്ങനെ വെച്ച് ക്യാച്ച് ചെയ്യും. ലൈക്ക് ഭയങ്കര ഹൈറ്റ് വരുന്ന ഒരു ബോളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ബോൾ വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് എന്തായാലും നമ്മുടെ ഹാൻഡിലോട്ട് വരുന്നുണ്ട്, ബോളിന്റെ ഫോഴ്സ്. കാരണം ഒരു വെലോസിറ്റിയിൽ അത് വരുന്നുണ്ട്, അപ്പൊ അതിനൊരു മൊമെന്റം ഉണ്ട്, ബോളിന്റെ ഒരു മാസ് ഉണ്ട്. സോ ഒരു ഫോഴ്സ് നമ്മുടെ കയ്യിൽ വരും. അപ്പൊ വെയിറ്റ് കൂടിയ ബോൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് പിടിക്കുമ്പോൾ ഭയങ്കര ഫോഴ്സും അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചിട്ട് നമ്മൾ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ എഫക്റ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ ക്യാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൈ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരുന്നത്. സോ അതിന്റെ സ്പീഡ് നമ്മൾ പതുക്കെ ബോളിന് ഒരു സ്പീഡിൽ ഓൾറെഡി വരികയായിരുന്നു. നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹാൻഡ് അവിടെ ഫിക്സഡ് ആയിട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ഉടനെ തന്നെ അത് റെസ്റ്റിലാവും. സോ അത്രയും എനർജി നമ്മുടെ കയ്യിലോട്ട് റിലീസ് ആവുന്നുണ്ട്. സോ അത്രയും അപ്പൊ അത്രയും എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ പതുക്കെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ബോഡി സ്റ്റിൽ ഇൻ മോഷൻ അല്ലേ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ബോൾ മോഷനിലാണ്. ആൻഡ് പതുക്കെ അതിന്റെ വെലോസിറ്റി താന്നു വരും. സോ നമുക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. അതായത് ഒരു ചെറിയ ടൈമിലത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓർ എ പീരീഡ് ഓഫ് ടൈം. വളരെ ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിലത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സിനെയാണ് എന്ത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു ഇമ്പാക്റ്റീവ് ഫോഴ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ അനദർ എക്സാമ്പിൾ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത് നമ്മൾ ആണി അടിക്കുന്നത്, അല്ലെങ്കിൽ ചുമരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വുഡൻ സർഫേസിൽ നമ്മൾ ആണി അടിക്കുന്നത് ഈസ് എൻ ഇമ്പൾസിന് എക്സാമ്പിൾ ആണ്. സോ ഇത് നമ്മളൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് നമ്മൾ ഹാമർ കൊണ്ടുവരുന്നത്. ആൻഡ് നെയിലൊരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലത്തേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനെയാണ് എന്ത് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസും മൊമെന്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്രിക്കറ്ററിന്റെ സിറ്റുവേഷൻ എടുത്താൽ, ഇവിടെ ഈ ഒരു ക്രിക്കറ്റർ ഫീൽഡർ ബോൾ പിടിക്കുന്നുണ്ട്, പിടിച്ചു കഴിഞ്ഞിട്ട് ഹീസ് ബ്രിങ്ങിങ് ഡൗൺ ഹിസ് ഹാൻഡ് അല്ലേ. അപ്പോൾ ഇമ്പൾസ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഇമ്പൾസ് അല്ല, മൊമെന്റം കുറയുന്നുണ്ട്. സോ മൊമെന്റം കുറയുന്ന എങ്ങനെയാ? ഈ ഒരു ബോഡിക്ക്, ഈ ഒരു ബോളിന് ലെറ്റ്സ് സേ എം മാസ് ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. സോ ഇത് ഇയാളുടെ കയ്യിൽ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മൊമെന്റ് എത്ര ആയിരിക്കും? മാസ് ടൈം വെലോസിറ്റി ആയിരിക്കും അല്ലേ. സോ ഇങ്ങനെ പതുക്കെ താഴോട്ട് ഹാൻഡ് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഓൾറെഡി ഒരു വെലോസിറ്റി v1 ഉണ്ടായിരുന്നു, അതിനൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സോ ഇതിങ്ങനെ പതുക്കെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ആ വാല്യൂ റെഡ്യൂസ് ചെയ്ത് വന്ന് 0 ആവും. സോ മൊമെന്റം ബൈ ടൈം, അതായത് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ മൊമെന്റം എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. സോ ഇത് ലൈക്ക് ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ഇമ്പൾസ്, അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ അനദർ ആപ്ലിക്കേഷൻ ആണ്. മൊമെന്റം നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഓക്കെ, സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് എന്ന് പറയുന്ന ഫോഴ്സ് ടൈം ഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആൻഡ് മൊമെന്റം എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മൊമെന്റം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അതൊരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മൂവിങ് ബോഡി. ഒരു മൂവിങ് ബോഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ എന്താണ്, മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടു ത്രൂ വാട്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലൂടെ നമ്മൾ മൊമെന്റം ആൻഡ് ഫോഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ,
സോ നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ലൈക്ക് വാട്ട് വി ഹാവ് ഡിസ്കസ് ടുഡേ ഇസ് മൊമെന്റം ഈസ് എ ബോഡി ഓഫ് എ ബോഡി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വാട്ട് മാസ് ആൻഡ് വെലോസിറ്റി. സോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, ബിക്കോസ് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ആൻഡ് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിന്റെ മൊമെന്റം എന്താണ്, മൊമെന്റം വിൽ ബി 0 ഫോർ എ റെസ്റ്റ് ബോഡി അറ്റ് റെസ്റ്റ്. ഓക്കെ, ആൻഡ് നമ്മൾ പിന്നെ പരിചയപ്പെട്ടത് വി ഫൗണ്ട് ഔട്ട് വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് the rate of change of momentum is directly proportional to the force acting on the body. Okay, so that is Newton's second law of motion. അതായത് മൊമെന്റം ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ എമൗണ്ട് വ്യത്യാസമായിരിക്കും, ഓർ ദ ഫോഴ്സ് ദാറ്റ് വി ക്യാൻ അച്ചീവ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെന്റം കൂടുതലാണെങ്കിൽ വി ഹാവ് ടു അപ്ലൈ മോർ ഫോഴ്സ്. ഓക്കെ, അതുപോലെ ഇമ്പൾസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ മൊമെന്റ് ഓഫ് ടൈമിലത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പഠിച്ചത് വെച്ചിട്ടുള്ള നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ കാർ ഓഫ് 1000 kilogram മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meter per second. സോ ഇവിടെ എന്താ തന്നിട്ടുള്ള ഒരു കാർ ഇസ് ദർ, ആ കാറിന്റെ മാസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 1000 kilogram ഉള്ള ഒരു കാർ. അതിനൊരു വെലോസിറ്റി, അതൊരു ഇനിഷ്യൽ വെലോസിറ്റി 10 meter per second മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെലോസിറ്റി വി എന്ന് പറയുന്നത് എത്രയാണ്, 10 meter per second. ഓൺ അപ്ലൈങ് ബ്രേക്സ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds. 5 സെക്കൻഡ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് കംസ് ടു റെസ്റ്റ് ആണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ 5 സെക്കൻഡ് ടൈം കൊണ്ട് ആ കാറ് റെസ്റ്റിലായി. അതായത് വെലോസിറ്റി എത്രയായി, ഫൈനൽ വെലോസിറ്റി എത്രയായിരുന്നു, വെലോസിറ്റി v2 ആഫ്റ്റർ 5 seconds എത്രയായി, 0 meter per second ആണ്. കാരണം എന്താ, ദ കാർ കെയിം ടു എ റെസ്റ്റ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ഇറ്റ്സ് ഇനിഷ്യൽ മൊമെന്റം ആൻഡ് ഫൈനൽ മൊമെന്റം. സോ മൊമെന്റം നമുക്കറിയാം, മൊമെന്റം എന്താണ്, മൊമെന്റം ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി അല്ലേ. P is equal to mass into velocity. ഓക്കെ, സോ ഇവിടെ ചോദിച്ചേക്കുന്ന ഇനിഷ്യൽ മൊമെന്റവും കാണണം, ഫൈനൽ മൊമെന്റവും കാണണം. സോ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും രണ്ട് കേസിലും. ഇപ്പൊ റെസ്റ്റിൽ വന്നു എന്ന് വെച്ചിട്ട് കാറിന്റെ മാസിന് ചേഞ്ച് ഉണ്ടാവുന്നില്ലല്ലോ. സോ ഇനിഷ്യൽ മൊമെന്റം നമുക്ക് P1 എന്ന് ഡിനോട്ട് ചെയ്താൽ, P1 എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു അതിന് ഇനിഷ്യലി ഉണ്ടായിരുന്ന മൊമെന്റ് ആണ്. അതായത് ബോഡി മൂവ് ചെയ്ത സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു, 10 meter per second ആയിരുന്നു. സോ അപ്പൊ ഉണ്ടായിരുന്ന മൊമെന്റം ആണ് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് 1000 kilogram ഇൻറ്റു 10 meter per second. സോ ഇത് എത്രയാണ്, 10,000 kilogram meter per second എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇനിഷ്യൽ മൊമെന്റം ഓഫ് എ ബോഡി. ഓക്കെ, ആൻഡ് ഫൈനൽ മൊമെന്റം ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ മൊമെന്റം എത്രയാണ്, ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മൊമെന്റം ആഫ്റ്റർ ദ ബോഡി കെയിം ടു എ റെസ്റ്റ്, ബോഡി റെസ്റ്റിൽ വന്നതിന് ശേഷമുള്ള മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മാസ് വിൽ ബി കോൺസ്റ്റന്റ്, m തന്നെ ആയിരിക്കും, ഇൻറ്റു v2. സോ ഫൈനൽ വെലോസിറ്റി എത്രയായിരുന്നു, ആഫ്റ്റർ 5 seconds ദ ബോഡി കെയിം ടു എ റെസ്റ്റ്. സോ റെസ്റ്റിലാകുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ഇറ്റ് ഈസ് 0. സോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിന്റെ മൊമെന്റം എത്രയാണ്, ഇറ്റ് ഈസ് 0. ഓക്കെ, 0 ആണ് ഫൈനൽ മൊമെന്റം. കാരണം ആ ബോഡി ഹാസ് കം ടു എ റെസ്റ്റ്, റെസ്റ്റിലായി. ലൈക്ക് 5 സെക്കൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ബോഡിന്റെ വെലോസിറ്റി 0 ആയി. സോ മൊമെന്റം മാസ് ടൈം വെലോസിറ്റി ആണ്. സോ 0 ആയതുകൊണ്ട് തന്നെ ഫൈനൽ മൊമെന്റം വിൽ ബി 0. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ആപ്ലിക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. ഒരു കാർ ഉണ്ട്, വിച്ച് ഈസ് ഹാവിംഗ് എ സ്പീഡ്, ഒരു കാർ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് വെലോസിറ്റി v is equal to 35 meter per second ആണെന്ന് വിചാരിക്കാം. ഓക്കെ, തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ കംസ് ടു റെസ്റ്റ് ഇൻ 5 seconds ആഫ്റ്റർ അപ്ലൈങ്. സോ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി എന്തായി, 0 ആയി, കംസ് ടു റെസ്റ്റ് 5 seconds. സോ v2 ഇത് v1 ആണെങ്കിൽ ഇത് v2 0 meter per second ആയി. ഓക്കെ, ആൻഡ് if the total mass of the car is 1000 kilogram, total mass of the car എത്ര തന്നേക്കുന്നത്, 1000 kilogram. Mass m is given as 1000 kilogram. Then what will be the force applied when brake is applied? What will be the force? ആ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ജനറേറ്റ് ആയ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ഡയറക്റ്റ് ഫോർമുല എന്താ, മാസ് ടൈംസ് ആക്സിലറേഷൻ ആണ് അല്ലേ.
സോ ഇവിടെ നമുക്ക് മാസ് നമുക്ക് ഓൾറെഡി അറിയാം, വിച്ച് ഈസ് 1000 കിലോഗ്രാം. സോ ഇവിടെ അറിയാത്തൊരു ടേം എന്താണ്? ആക്സിലറേഷൻ ആണ് നമുക്ക് അറിയാത്തത്. സോ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? സോ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനിഷ്യലി 35 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ആൻഡ് ഫൈനൽ വെലോസിറ്റി ആണ് 0 മീറ്റർ പെർ സെക്കൻഡ്. കെയിം ടു റെസ്റ്റ് എത്ര ടൈം? ടി ടൈമിൽ. സോ ഇതിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ എ കണ്ടുപിടിക്കാലോ. എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 35 അല്ലേ? 35 മൈനസ് ഫൈനൽ വെലോസിറ്റി ഓഫ് 0. 35 മൈനസ് 0 ബൈ ചേഞ്ച് ഇൻ ടൈം. 5 സെക്കൻഡ്സ് ആണ് ചേഞ്ച് ഇൻ ടൈം നടന്നേക്കുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ അറിയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. സോ ഇത് എത്ര വരും? 35/5 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സോ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡിയിൽ ജനറേറ്റ് ചെയ്ത ഫോഴ്സ് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, വിച്ച് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ അല്ലേ? സോ മാസ് അറിയാം നമുക്ക് 1000 കിലോഗ്രാം ആണ്, ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇതിന്റെ ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഈസ് 7000 ന്യൂട്ടൺ, ഓർ മറ്റൊരു യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. സോ 7000 ന്യൂട്ടൺ ഫോഴ്സ്, അല്ലെങ്കിൽ എന്ത് പറയാം, 7 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആണ് ജനറേറ്റ് ആയിട്ടുള്ളത്. 1000 കിലോഗ്രാം കാറ് 35 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു, ആൻഡ് 5 സെക്കൻഡ്സിൽ അത് ബ്രേക്ക് ചെയ്തപ്പോൾ 5 സെക്കൻഡ്സിൽ ആ കാർ കെയിം ടു റെസ്റ്റ്. സോ 7000 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ, ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് കാർ കം ടു റെസ്റ്റ്. ഓക്കെ. സോ ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഒന്നുകൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം. വി ഹാവ് ഡിസ്കസ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബോഡി ഇൻ മോഷൻ. ഒരു മോഷനിലിരിക്കുന്ന ബോഡീന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം ഡിനോട്ട് ചെയ്യുന്ന ഇലക്ട്രം, ആൻഡ് മൊമെന്റം ഈസ് ഗിവൺ ബൈ മാസ് ടൈംസ് വെലോസിറ്റി. അതുപോലെ തന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്, റൈറ്റ്? സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം മാറുന്നതിനനുസരിച്ച് ഫോഴ്സിന്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ കണ്ടൊരു കോൺസെപ്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. Manorama Horizon. Learning made simple.